ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 4. ദൈവ കേന്ദ്രീകൃതം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 6 അധ്യായം 6 വാക്യം. വിവാഹമോതിരങ്ങൾക്കായി ഞാൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യമായ ഡയമണ്ട് ലഭിക്കുന്നതിനായി ഞാൻ മണിക്കൂറുകളോളം ചിലവഴിച്ചു. ഏറ്റവും മികച്ചത് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുമെന്ന ചിന്ത എന്നെ അലട്ടി. സാമ്പത്തിക മനഃശാസ്ത്രജ്ഞൻ ബാരി ഷ്വാർട്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ വിട്ടുമാറാത്ത തീരുമാനമില്ലായ്മ സൂചിപ്പിക്കുന്നത് ഒരു തൃപ്തനായിരിക്കേണ്ടതിന് പകരം ഞാനൊരു അതൃപ്തനാണെന്നാണ്. തൃപ്തിയുള്ളവൻ തൻ്റെ തീരുമാനങ്ങൾ ആവശ്യങ്ങൾക്കനുസരണമായിട്ടാണ് എടുക്കുക. എന്നാൽ അതൃപ്തനോ താൻ എപ്പോഴും ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നു. തിരഞ്ഞെടുക്കുവാൻ നിരവധി ഉള്ളപ്പോഴും തീരുമാനമെടുക്കുവാനാവാത്തതിൻ്റെ ഫലം ഉത്കണ്ഠ, വിഷാദം, പിന്നെ അതൃപ്തി എന്നിവയായിരിക്കും. സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തിന് ഒരു പേര് നൽകിയിട്ടുണ്ട്: നഷ്ടപ്പെടുമോ എന്ന ഭയം. ദൈവവചനത്തിൽ തൃപ്തനെന്നോ അതൃപ്തനെന്നോ ഉള്ള വാക്കുകൾ നാം കാണുകയില്ലായിരിക്കാം. എന്നാൽ നാം ഇതിന് സമാനമായ ഒരാശയം കാണുന്നു. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനത്തിൽ ഈ ലോകത്തിലെ വസ്തുക്കൾക്കുപരിയായി ദൈവത്തിൽ മൂല്യം കണ്ടെത്തുവാൻ പൗലോസ് തിമോത്തിയോസിനെ ആഹ്വാനം ചെയ്യുന്നു. ലോകത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കാറില്ല. പകരം ദൈവത്തിൽ തൻ്റെ അസ്തിത്വം കണ്ടെത്തുവാൻ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം എന്ന വാക്യത്തിൽ പൗലോസ് ഒരു തൃപ്തനായ വ്യക്തിയെപ്പോലെ സംസാരിക്കുന്നു. ഈ ലോകം വാഗ്ദാനം ചെയ്യുന്ന അസംഖ്യം വഴികളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ വിശ്രമമില്ലാത്തവനും അതൃപ്തനുമായി മാറുന്നു. എന്നാൽ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതൃപ്തിയുടെ അവസ്ഥയെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവ് യഥാർത്ഥ തൃപ്തിയും വിശ്രമവും അറിയുന്നു. ചിന്തിക്കുക, ദൈവവുമായുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകെ സംതൃപ്തിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ദൈവത്തിന് മഹത്വം.